السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. باب خوف المؤمن من أن يحبط عمله وهو لا يشعر എന്ന അധ്യായത്തിലാണ് ഉള്ളത്. അതിൻ്റെ താഴെയുള്ള ഹദീസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയാണ്, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ എന്നത്. മുഅ്മിനായ മനുഷ്യനെ ചീത്ത പറയാന്നുള്ളത് തമ്മാടിത്തരാം, അവനുമായി ഏറ്റുമുട്ടുക എന്നുള്ളത് കുഫറിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. ഈ ഹദീസിലുള്ളത് ഇതാണ്, മുഅ്മിനീങ്ങളെ ചീത്ത പറയും. ചീത്ത പറയുമ്പോൾ പലപ്പോഴും ഈ വിരലാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ വിരലിന് മുസബ്ബ വിരൽ എന്ന് പറഞ്ഞത്. ചീത്ത പറയാൻ ഉപയോഗിക്കണ വിരല്, അതിന്റെ അർത്ഥം തന്നെ അതാണ്. മുസബ്ബിഹ വിരൽ അങ്ങനെയുണ്ട്, മുസബ്ബ വിരൽ അങ്ങനെയുണ്ട്. ചീത്ത പറയാന്നുള്ളത് ഓരോ അക്ഷരം കൊണ്ട് എടുത്ത അമല് മുഴുവനും പൊളിയാൻ കാരണം. ഒരു വാക്ക് മതി ഒരു മനുഷ്യനെ തളർത്താൻ. ചിലത് പിന്നെ പൊരുത്ത പിടിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. മുമ്പ് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, കുറെ ചീത്ത പറയും, ഉടനെ പോയി പൊരുത്ത പിടിക്കും. ചീത്ത പറയാൻ പൊരുത്ത പഠിക്കുക, ചീത്ത പറയാൻ പൊരുത്ത പഠിക്കുക, ഇതന്നെ വേണം. അപ്പൊ അതിന് കുടുംബത്തിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരു അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു, എന്ത് പണി ചെയ്യണം, എല്ലാരും ഇങ്ങനെ അസഭ്യം പറഞ്ഞു ചീത്ത പറഞ്ഞു. അത് ഞാൻ പൊരുത്ത പഠിക്കുന്നുണ്ടല്ലോ, എന്നെ നല്ല മനസ്സുണ്ടല്ലോ, ഞാനാ പൊരുത്ത പഠിച്ച കഴിഞ്ഞില്ലേന്നോ. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞോ, ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ കേൾക്കുമെന്ന് വെച്ചാൽ 10 ആണി കൊടുത്തു. ഈ ആണി നിന്റെ പൊരന്റെ ചുമരുമ്പ് കൊണ്ടുപോയി തറക്കുക. അപ്പൊ അയാൾ ആ ഏറ്റ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ആണികൾ കൊണ്ടുപോയിട്ട് പൊരന്റെ ചുമരുമ്പ് തറച്ചു. നീ എന്താ ചെയ്യേണ്ടി വെച്ചു? ഞാൻ ഊരിടുത്താളെ ഊരിടുത്തും ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട് ചുമരും വെച്ചു? ആണില്ലെങ്കിലും വൃത്തിയേടയിക്കണം, ഓട്ടമുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ സംഭവം. ഈ ചീത്ത പറയാന്നുള്ളത് ചുമരുമല്ല, മറ്റവന്റെ ഹൃദയത്തിൽ ആണി തറക്കലാണ്. പിന്നെ ഈ പൊരുത്തപ്പെടിക്കണ ഊരിയിരിക്കലാണ്, എന്നാലും ഓട്ടം അവിടെ ഉണ്ട്. ഈ പറഞ്ഞപ്പോ പൊരുത്തപ്പെടിക്കേണ്ടത് അത് അങ്ങനെ ആണി ഊരിയെടുക്കലാണ്, അക്ഷരങ്ങളാകുന്ന ആണി ഊരിയെടുക്കാണ്. പക്ഷെ ഓട്ടം അവിടെ ഉണ്ടാവും, അത് എന്നും ഉണ്ടാവും. സംഗതി അങ്ങനെ തന്നെയല്ലേ? അല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെയും പൊരുത്തപ്പെടിച്ച ആള് പൊരുത്തപ്പെടുന്നാലും ആ ഓട്ടം അവിടെ ഉണ്ടാവും. അപ്പൊ അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിബാബുൽ മുസ്ലിം മുസ്ലിമിനെ ചീത്ത പറയാന്നുള്ളത് തമ്മാടിത്തരാം. ഞാൻ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ പൊരുത്തപ്പെടിക്കും വേണം. എല്ലാത്തിനും മാതൃകയാണല്ലോ സഹാബാക്കൾ. സഹാബാക്കളിൽ ഒറ്റപ്പെട്ട ചില ആളുകളിൽ ഇങ്ങനെ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് മാതൃകയില്ലല്ലോ. അതിന് ചിലതൊക്കെ അവരെടുത്തുണ്ടായിട്ടുണ്ട്. അത് ഉടനെ തന്നെ അവർ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അവരെ മായ്ച്ചു കളയലൊന്നും ഇപ്പൊ നമുക്ക് കഴിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളും കൂടി ഒരു ചെറിയ പ്രശ്നമുണ്ടായി കത്തി കയറി ഒറ്റടിക്ക് അനിയന്ത്രിതമായി അബൂദറിന്റെ ഇരുന്നൊരു വാക്കൊന്നു റളിയല്ലാഹു അൻഹു, യബ്ന സൗദ, കറുത്ത പെണ്ണിന്റെ മോനെ പോടുന്നു. ഇങ്ങനെ ബിലാൽ തങ്ങൾ കറുകറുത്ത കാപ്പിരിയല്ല, അപ്പൊ ഉമ്മ അതന്നെയാണ്. ഉമ്മാനിട്ട് പറഞ്ഞു, കറുത്ത പെണ്ണിന്റെ മോനെ ഉണ്ടായിരുന്നു. ഇത് ബിലാൽ തങ്ങൾക്ക് വല്ലാതെ കൊണ്ട്. ഉമ്മാനിട്ട് പറഞ്ഞാല് നമ്മളങ്ങനല്ലേ, ഒന്നെ പറഞ്ഞോട്ടെ വാപ്പാൻ എന്തിനാ പറഞ്ഞു നോക്കൂല. ഇത് ഉമ്മാനിട്ടിട്ട് പറഞ്ഞു. ബിലാൽ തങ്ങൾ നേരെ തങ്ങളെടുത്ത് പോയിട്ട് ഈ വിഷയം കരഞ്ഞ് അവതരിപ്പിച്ചു. മുസ്തഫ നബിയുടെ മുഖാണ്ട് ചോദിച്ചു, കറുത്ത പെണ്ണിന്റെ മോനെ എന്നെ അബൂദർ വിളിക്കുക. അബൂദർ വെളുത്ത് വിചാരിച്ചിട്ട് ഇന്നെ കറുത്ത പെണ്ണിന്റെ മോനെന്ന് വിളിക്കല. ദേഷ്യം മുടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദറിന് അപ്പോഴത്തന്നെ അതിന്റെ ഒരു പശ്ചാത്താപം വന്നിട്ടോ, കേതൊക്കെ ഒന്നും നമുക്കൊന്നും വരൂല. അബൂദർ ഇങ്ങനെ ബിലാലിൽ തെരഞ്ഞെടുക്കുമ്പോ എവിടെയും കാണാനില്ല. അപ്പൊ തങ്ങളെടുത്ത് വന്നപ്പോ അവിടെ ഉണ്ട്. സംഗതി കയ്യിന്ന് പോയിന്ന് മനസ്സിലായി. കണ്ടേക്ക് തന്നെ മുസ്തഫ നബി അബൂദറിനോട് ഒറ്റ കാര്യം വെച്ചുള്ളൂ, യാ ബാദർ അഫീക അമ്രുൽ ജാഹിലിയ. എന്റെ അടുത്ത് ഇപ്പോഴും ആ ജാഹിലിയ കൾച്ചർ ഉണ്ടോ? ഇപ്പോഴും പോയിട്ടില്ലേ?
ആ പഴയകാലത്തെ കുഴപ്പങ്ങളൊന്നും ഇപ്പോഴും പോയിട്ടില്ലേ എന്നൊറ്റ ചോദ്യം ചോദിച്ചു. അബൂദറിന് തല കറങ്ങുന്ന പോലെ തോന്നി. അബൂദർ നേരെ വിലാതങ്ങളെ കാലിനാണ് വീണു. കറുത്ത പെണ്ണിന്റെ മോനെന്ന് വിളിച്ചില്ല ഈ വെളുവെളുത്ത മനുഷ്യൻ. ആ വെളുത്ത മനുഷ്യൻ ആ കറുകറുത്ത കാലിലാണ്ട് വീണിട്ട് വെളുത്ത മൂക്ക് ആ കാൽപാദത്തിലാണ്ട് വെച്ചിട്ട് കരയാൻ തുടങ്ങി. ബിലാലെ, എന്നെ ചവിട്ടണം ബിലാലെ, എന്റെ മോന്തൊക്കെ ചവിട്ടണം എന്റെ കറുത്ത കാലുകൊണ്ട് കയറും. വല്ല മാപ്പൊയ്ക്ക് നോക്കാൻ നിങ്ങൾ. ബിലാലെ, നിന്റെ കറുകറുത്ത കാലുകൊണ്ട് എന്റെ വെളുത്ത കവളിനെ നീ ചവിട്ടണം ബിലാൽ. ആ കറുത്ത കാലുകൊണ്ട് അവിടെ ചവിട്ടണം. ബിലാൽ പറഞ്ഞു, ഞാൻ ചെയ്യില്ല. ഇല്ലല്ല, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അഹങ്കാരാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ച്. അതുകൊണ്ട് എന്റെ കവളത്ത് ചവിട്ടാതെ ഞാൻ നീക്കൂല. ഇന്ന് വരെ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ കാൽമ പോയി കിടന്നിട്ട് ചവിട്ടണം എന്ന് പറഞ്ഞു. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവരങ്ങനാണ്ട് ആയിപ്പോയതാണ്. ഖേദങ്ങട്ട് കൂടിയിട്ട് മനുഷ്യനായിട്ട് തളർന്ന എന്തായി. അതാണ് മഹാന്മാരായ അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം എത്തിക്കണ്ടേ, നമ്മളിപ്പോ ആരെങ്കിലും ചീത്ത തന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കണ്ടേ. അപ്പൊ സംഗതി വേഗം നിൽക്കും. ചീത്ത പറഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതിരുന്ന വേഗം നിൽക്കും. രണ്ട് വണ്ടി തമ്മിൽ കൂട്ടിമുട്ടി. തെറ്റ് അവിടുന്ന് ഇങ്ങോട്ട് വന്നവന്റെ അടുത്താണ് തെറ്റിട്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വന്നവന്റെ അടുത്താണ് തെറ്റ്. പക്ഷെ ഓൻ ഭയങ്കര ചീത്ത അറിയുന്നല്ല, ഭയങ്കര ഒരു മുങ്കോപിയാണ്. ഇയാള് സൈലന്റ് ആണ്. അപ്പൊ അയാളിങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് ആണ് മൃഗത്തിന്റെ പേരാണ്ട് വിളിക്കാൻ തുടങ്ങി. ഓമ്പർ സൈലന്റ് ആയി. ആര് തെറ്റ് ചെയ്ത ആളാണ് മൃഗത്തിന്റെ പേര് മറ്റവനെ വിളിച്ചത്. ഏത് മൃഗാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സ്ട്രോങ് ആയിട്ട് വിളിക്കുമ്പോ എരുമയും പോത്തൊന്നും പോലെ അതിന്റെ അപ്പുറത്തായിരിക്കും. ആ മൃഗത്തിന്റെ പേരെന്നെ വിളിച്ചത്. 7 വട്ടം കഴുകണ്ടേ മൃഗത്തിന്റെ പേരാ വിളിച്ചത്. അങ്ങോട്ട് ചാടി കയറി. അപ്പൊ ഓന് സൈലന്റ് ആയി. എനിക്ക് ഞാൻ പൈസ തരാം. ഇവന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓ അങ്ങോട്ടൊന്ന് തട്ടിച്ചാണ്. ഓൻ ട്രാക്ക് മാറിയതാണ്. യാത്രക്കാരിൽ ഒരാൾ ചോദിച്ചു, എന്റെ പൈസ ഇങ്ങനെ അല്ല. അതായത് രാവിലെ ഓരോരുത്തർ പരിന്ന് പുറത്തിറങ്ങും. ഓല തൊള്ളാന്ന് പറഞ്ഞാല് വേസ്റ്റ് നിറച്ച പെട്ടിയാണ്. അപ്പൊ അവരിങ്ങനെ നമ്മൾ ഈ കോഴിപ്പാട്സൊക്കെ തട്ടാൻ ഒരു ഏരിയ നോക്കി നടക്കണമായിരുന്നു. ഓല തൊള്ളയിലുള്ള വേസ്റ്റ് തട്ടാൻ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ അതിന് അവസരം കൊടുത്താൽ അതൊക്കെ കൂടി നമ്മൾ മേത്തേക്കാണ് തട്ടല്. അപ്പൊ അത് അവസരം കൊടുക്കാതിരുന്നാൽ ഓന ആ വേസ്റ്റ് വേറെ എവിടെയും പോയി തട്ടിക്കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. തന്നെ ശരി തന്നെയാണ്. ചില ആളുകളെ തൊള്ള മുഴുവനും മുനിസിപ്പാലിറ്റി കൊട്ടണമായിരിക്കും. തുറന്നാൽ വേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഓൽക്ക് പൊരയുന്ന പുറത്തിറങ്ങിയാൽ ഈ വേസ്റ്റ് തട്ടം ചെയ്യും. അതിന് ഓലിങ്ങനെ തെരഞ്ഞെടുക്കും ഓരോ ഏരിയ. അത് നമ്മളെ ഏരിയ ആക്കാതിരുന്നാൽ മതി. ഇവിടെ വേസ്റ്റ് തട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ ഓലിങ്ങോട്ട് തട്ടും. അതാണ്ടാല് ആ ചീത്ത വന്നാൽ അതേ നാണയം കൊണ്ട് തിരിച്ചടിക്കരുത്. അത് വലിയൊരു കഴിവാണ്. മൂസൽ കാലി എന്നുള്ളൊരു മഹാണ്ടായിരുന്നു. വലിയ ആളാ. കാലി എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു നിർത്താന്ന് അതിന്റെ അർത്ഥം. അത് ഉമ്മയും വാപ്പി ആ പേരിടില്ല എന്ന് ഉറപ്പാണ്. അതൊരു മൂല്യരായിരുന്നു, വലിയ മഹാനാണ്. ഒരു യശാ നിസ്കരിച്ചിട്ട് പള്ളിക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പിന്നാലെ കൂടിയിട്ട് ഉസ്താമാരെ ചീത്ത പറഞ്ഞവരുണ്ടാവില്ല. കാരണം എല്ലാം ചിലപ്പോ ഒരു പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് പറ്റൂല. അവ ചിലതിങ്ങനെ എതിരാളികളാവും. പിന്നെ ഇങ്ങനെ ചീത്ത അറിയാൻ തുടങ്ങും. അപ്പൊ ബാക്കിൽ നടന്നിട്ട് ഇങ്ങനെ മൂല്യരെ ചീത്ത അറിയാൻ തുടങ്ങി. അപ്പറേ കേൾക്കാതെ ഇങ്ങനെ പോവാണ്. അവസാനം മൃഗത്തിന്റെ പേരൊക്കെ പറയാൻ തുടങ്ങി. മുമ്പ് അതും കേൾക്കാതെ അങ്ങനെ പോവാം. അതിലും ദേഷ്യം പിടിച്ചു. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾ നല്ല സംഗതി ചൂടാവുള്ളൂ. അതിന് മുമ്പ് പോയിട്ട് പറഞ്ഞു, മൂല്യരെ ഞാൻ ഈ പോത്ത് എരുമാന്നൊക്കെ പറയണത് നിങ്ങളെയാണ് പറഞ്ഞു. ആ വേറെ ആരെയല്ല, നിങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഉണ്ടാത്ത പറഞ്ഞു. ഇനി എന്താ പോന് പറയാനുള്ളത്? പൊന്നു മോനെ, ഈ പോത്ത് എരുമാന്നൊക്കെ പറയണത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഞാൻ മിണ്ടാത്തത്. കാരണം ഞാൻ പോത്താണെന്ന് എനിക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ഞാൻ പിന്നെ മിണ്ടേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ മിണ്ടാത്തത് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ലൈറ്റ് ഇട്ടിട്ട് നിൽക്കണുണ്ടല്ലോ, അതാണ് എന്റെ വീട്. ആ ലൈറ്റ് ഇട്ടിട്ട് എന്റെ മൂത്ത മോന. അവിടെ വന്നിട്ട് ഈ പോത്തെന്ന് വിളിച്ചാൽ ഓന് ദേഷ്യം കൊടുക്കും. കാരണം ഞാൻ ഓന് വാപ്പയാണ്, പോത്തല്ല. എനിക്ക് ഞാൻ പോത്താണ്, എനിക്കും ഞാൻ പോത്താണ്. ഓന് ബാപ്പയാണ്.
അതുകൊണ്ട് എനിക്ക് ഇനി വേറെ എന്തെങ്കിലും മൃഗങ്ങളുടെ പേര് വിളിക്കുകയാണെങ്കിൽ പൊന്നുമോനെ വിളിച്ചോ, ഞാൻ ഇവിടെ നിന്ന് തരാം. എന്താണ് ആ മറുപടി? ഞാൻ ഇവിടെ നിന്ന് തരാം, വിളിച്ചോടുന്ന. അതിലവന് കരഞ്ഞു, കാൽമോട് മാപ്പ് പറഞ്ഞു. കാരണം നല്ലൊരു വാക്കുകൊണ്ട് അയാൾ തന്നാൽ ഇത് നമ്മളെന്നത്തെ അവസ്ഥ എന്താ? ഓങ്ങട്ട് കൊരങ്ങേന്ന് വിളിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മളങ്ങോട്ട് 7 വട്ടം കഴിക്കണ മൃഗത്തിന്റെ 2ന്റെ പേരും ആകെ പ്രശ്നമില്ല. ഈ സാധനം നിർത്തി വെക്കാൻ പറ്റുന്നുള്ള ഭയങ്കര സംഗതി. ചീത്ത പറയാം, നല്ലത് പറയാം. ദേഷ്യം പിടിക്കണ ദേഷ്യം പിടിക്കന്നെ വേണം. പക്ഷെ അത് ഫലത്ത് കൊള്ളണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാനല്ലേ. ചിലപ്പോ അങ്ങണ്ടാവൂല്ലോ, സുക്കൂത്താകുക. ഇനിയിപ്പോ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി മിണ്ടാതിരിക്കാൻ നല്ലത് നിൽക്കൊന്നുണ്ടാവും. ഏറ്റവും നല്ലത് ഇന്നത്തെ കാലത്ത് അതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളോട് പൊരുതുക എന്നുള്ളത് കുഫറിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ്. 2 മുസ്ലിമീങ്ങൾ തമ്മിൽ വാളോണ്ട് പടവെട്ടി മരിച്ചാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും ഫിന്നാർ, നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കേട്ട ആളുകൾ അത്ഭുതത്ത് ചോദിച്ചു, മുസ്തഫ നബിയെ, കൊന്നോനെ നരകത്ത് പോവാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റും, ഈ കൊല്ലപ്പെട്ടവനെ എങ്ങനെയാ നരകത്ത് പോവാന്ന് വെച്ചു. അപ്പൊ അതിന് മറുപടി എന്താ? ആ കൊല്ലപ്പെട്ടവന് കൊല്ലപ്പെട്ടു എന്നുള്ളൂ, ഓനോ തിരക്കൂടുന്ന സമയത്ത് ഇവനെ കൊന്നാ തിരക്കിടില്ല എന്നുള്ള ആഗ്രഹമില്ലേ? 2 ആള് ഏറ്റുമുട്ടുമ്പോ ഓനും കൊണ്ട് ഏറ്റുമുട്ടുന്നില്ല. അപ്പൊ ഓന്റെ മനസ്സിലെന്താ ഉള്ളത്? ഇവനെ കൊല്ലണമെന്നാണല്ലോ. പിന്നെ കത്തിയേറ്റിട്ട് ഓനെ മരിച്ചു എന്ന് മാത്രം. ആ കൽവിലുള്ള അവന്റെ നീയത്ത് കൊണ്ടാണ് അവൻ നരകത്ത് പോയത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നെന്താ അവസ്ഥ? ഇന്ന് തിരക്കൂടുന്ന മുഴുവൻ മുസ്ലിങ്ങൾ. പള്ളിയിൽ തല്ല്, ഔലുങ്കർക്ക് തല്ല്. മലപ്പുറം ജില്ലയിൽ തിരക്കൂടിയിട്ട് ഔലുങ്കർക്ക് റമളാനിൽ കൊന്നിട്ടില്ലേ? സ്ഥലം ഞാൻ പറയണില്ല. ഔലുങ്കർക്ക് മലപ്പുറം ജില്ലയിൽ കത്തിക്കുത്തില് റമളാനില് കൊന്നിട്ടില്ലേ? സ്ഥലം ഞാൻ പറയണില്ല. ആ മഹലിൽ ഞാൻ വാഹനം വെച്ചിട്ടുണ്ട്. എന്താ അപ്പൊ ജുമാക്ക് വരണത് അരിയിൽ കത്തി വെച്ചിട്ട് ഖത്തീബ് വാള് ഓടിച്ചു തരും. ആർക്കല്ല ഇവൻ എന്തിനാ കത്തിയിട്ട് വരുന്നത്? ഇതൊക്കെയാണ് കാലം. അല്ലാഹു കുടുംബ തർക്കങ്ങള്, വേറെ ചില പ്രശ്നങ്ങള്, ആകെ പ്രശ്നല്ലേ. മുസ്ലിമീങ്ങള് കണ്ടാൽ നല്ലൊരു മുഖഭാവത്തിൽ സലാം പറഞ്ഞ് മടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. ഇനി എവിടക്കാ ഖിയാമത്ത് ദീർഘായിട്ട് കാലമുണ്ടോ? നമ്മളതിലൊന്നും പെടരുത്. നമുക്കൊരാളോടും ശത്രുത വേണ്ടല്ലോ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് ദുആയല്ലേ? ഖുർആൻ പറഞ്ഞ ദുആയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അതിന്റെ അർത്ഥമാണ് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തുണ്ടാവും, വലിഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരന്മാർ, അല്ലദീന, എങ്ങനെയുള്ള സഹോദരന്മാർ, സബഖൂ, അവര് മുൻകടന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ, നീ ആക്കരുത്, ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഗില്ലൻ, ശത്രുതയുണ്ടാക്കരുത്, ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വെറുപ്പുണ്ടാക്കരുത് പടച്ചോനെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക, നിശ്ചയം നീ, റഊഫുൻ, കൃപയുള്ളവനല്ലേ, റഹീമുൻ, കാരുണ്യവാനല്ലേ. അതുകൊണ്ട് ഞങ്ങളിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചത് പൊരുത്തപ്പെട്ടിരുന്നോന്ന്. അതാണല്ലോ ഒരു വിശ്വാസിയുടെ ദുആ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരോടും പകലില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത. അനസറുല്ലാഹിനോട് മുത്തനബി അറിയില്ല, മോനെ, നിന്റെ കൽബില് രാവിലെയും നിന്റെ കൽബില് വൈകുന്നേരം ഒരാളോടും വെറുപ്പില്ലെങ്കിൽ എന്റെ സുന്നത്ത് അതന്നെയാണ് അനസേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിലുള്ള സ്വാധീനാണ് പറയുന്നത്. അള്ളാഹു ആ നിലയിൽ നമ്മുടെ മനസ്സ്, പ്രത്യേകിച്ച് റമദാൻ ആവുകയാണ്, അള്ളാഹു ആ രീതിയിൽ പാകപ്പെടുത്തി തീർച്ചേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا يا غفار وانصرنا يا نصير وافتح لنا يا فتاح واستر عيوبنا يا ستار وهب لنا يا وهاب وارحمنا يا رحمن يا رحيم يا عليم يا حليم يا سميع يا بصير برحمتك يا أرحم الراحمين. وصلى الله تعالى سلم على آخر القيس سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. റമളാൻ മാസം വരും ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും തറാവിൻ്റെ ശേഷം ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ സുബഹിൻ്റെ ശേഷം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വിഷയങ്ങൾ ആവശ്യമാണെങ്കിൽ സെയ്ദ് ലവിജിനോട് പറഞ്ഞാൽ മതി. അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ഉണ്ടാക്കൽ, ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഏതെങ്കിലും ഒരാൾക്കുള്ളതല്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോ വിഷയം പറഞ്ഞാൽ ഇത് ആകെ 30 ദിവസമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു വിഷയം തന്നെ 2-3 ദിവസം നമ്മൾ ഈ ഭക്ഷണം വെക്കണ കാര്യമാണിത്. ഒരാള് പഞ്ചസാര പറ്റില്ല അറിയും, മറ്റാൾ പഞ്ചസാര നല്ല വേണമെന്ന് പറയും, ഒരാൾ മുളക് തീരെ ഇടരുന്ന് പറയും, മറ്റാൾ നല്ല അതൊക്കെ ഉണ്ടാക്കുന്ന ആളാ കൊടുക്കും. അപ്പൊ അത് പൊതുവെ ആവശ്യമുള്ള എല്ലാം കൂടി വന്നാൽ അതിന് തെരഞ്ഞെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് വിഷയം കൊടുക്കും. അതിന് പ്രധാനപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം, പിന്നെ പൊതുവെ മുസ്ലിമുകൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ ഞാൻ പറയും. അതിനിടയ്ക്ക് ഗൗരവമുള്ള നിങ്ങളെ കുടുംബത്തിലെ മറ്റു ആവശ്യമുള്ള പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ അതും പറയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്.